ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് പുതിയൊരു ഫ്രഷ് കണ്ടന്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും, ചിലപ്പോൾ 2 പേരൊക്കെ വരായിരിക്കും. അതാണ് ഫ്രഷ് കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഇതിലെ ഒരു ഫ്രഷ് വരുന്നത് ഇതിനെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് തിങ്സ് ആണ്. അതായത് ഞങ്ങൾ 3 പേർക്കും ഇടയിലുള്ള കാര്യങ്ങളാണ്. അതായത് എന്താണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ആരാണ്, ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആ ഒരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് റീസൺ എന്നുള്ളതും ഡോണ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ ഞങ്ങളുടെ സ്വഭാവത്തിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ അഞ്ജലിയാണ് ചോദിക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who takes longer to get ready? ഇത് നമ്മുടെ അന്നമ്മയാണ്. അതായത് ഒരു 9 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ അന്നമ്മ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 7:30 ആയിരിക്കണം. എങ്കിൽ മാത്രമേ 9 മണിയാകുമ്പോ അന്നമ്മ ഇറങ്ങുള്ളൂ. അത്രയും സമയം എടുക്കും. അതായത് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് 2 മണിക്കൂർ വേണ്ടി വരും. അതെ, അതായത് നമ്മളെല്ലാം ജീൻസ് ഇടണമെന്ന് പ്ലാൻ ചെയ്തിടണോ ഏതിടണോന്ന് തീരുമാനിക്കാൻ 2 മണിക്കൂറും വേണം. അതെ, കൊറേ നേരം എടുക്കും. കൊറേ നേരം എടുക്കും. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ചെയ്ത് വേണം, ഏത് കമ്മൽ ചെയ്ത് വേണം. ഒരു ജീൻസ് ഇട്ട് അതിന്റെ ടോപ്പ് എടുത്തിട്ട് ആ ടോപ്പ് മാച്ച് അല്ലെങ്കിൽ അത് മാറി അടുത്ത ടോപ്പ് എടുക്കും. അത് കഴിയുമ്പോൾ വേറെ ടോപ്പ് എടുക്കും. അപ്പൊ ആ ടോപ്പിന് ജീൻസ് ഇല്ല, മാച്ച് അല്ലെങ്കിൽ അതിന് വേറെ സ്കേർട്ട് ആയിരിക്കും. നമ്മൾ മാച്ചിങ്ങല്ലേ ഇടേണ്ടത് ഗൈസ്, നിങ്ങൾ തന്നെ പറയും. നമ്മൾ ഒരിക്കലും ഭാവിനെ കുറിച്ച് ആകുലരാവരുത്. അത് വേണ്ടിട്ടാണ് നമ്മൾ തലേദിവസം ഒന്നും പ്ലാൻ ചെയ്യില്ല. സമയമാകുമ്പോ നമ്മൾ ടൈം മാനേജ്മെന്റ് ഒട്ടുമില്ല. അത് മറ്റുള്ളവരുടെ ടൈമിനാണ്. ഓഫീസിൽ ഞാൻ കൃത്യസമയത്ത് പോകാറുണ്ട് ഗൈസ്. അതെ, ഒരു പ്രാവശ്യം കട്ട് ചെയ്തത് കൊണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാനാണ് ഇവിടെ ഓടിച്ചു കൊണ്ടുവന്നത്. അതാണ് യാഥാർത്ഥ്യം. കാണിച്ചു തരുന്നതായിരിക്കും ഒരു ബ്ലോഗിൽ. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഹു ഇസ് ദ ഫണിയസ്റ്റ് വൺ? അത് ഒബ്വിയസ്ലി ഡോണയാണ്. ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും അതുകൊണ്ടല്ല. എന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോ അത് ഒടുക്കത്തെ ചളിയായിപ്പോ. അത് എന്താ പറയാ, ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. പക്ഷെ വാ തുറന്ന ഫുള്ള് ചളിയാണ്. എന്തൊക്കെയോ ലോക വിവരങ്ങൾ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര അറിവുള്ള ഒരു കുട്ടിയാണെന്നാണ് അവരുടെ തന്നെയുള്ള വിചാരം. പക്ഷെ ആളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാവും ഇച്ചിരി വിവരം കൂടി പോയിന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ പുള്ളിക്കാരി പറയും, ഓ അത് കഴിച്ചാല് അങ്ങനെയുള്ളത് ഉണ്ടാവും, അതുകൊണ്ട് അത് കഴിക്കരുതെന്ന് നമ്മളോട് പറയും. എന്നിട്ട് തൊട്ടടുത്ത മിനിറ്റില് അവൾ അതിരുന്ന് കഴിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ ഫണ്ണിയർ വൺ എന്നുള്ള രീതിക്ക് ആ തലപ്പെട്ട നമ്മുടെ ഡോണിക്ക് വിളിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഡ്രാമ ക്വീൻ? അതും ഒബ്വിയസ്ലി ഡോണയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങൾ ഒരു ദിവസം വലിയ കാര്യമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ നോക്കുമ്പം ഒരാള് എന്താ പറയാ നൈസായിട്ട് ഒരു ഇച്ചിരി കൈ പൊള്ളി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കൂട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഡാഡീസ്, അത് ലിൽ പ്രിൻസസ് അങ്ങനത്തെ സാധനമാണ്. അതിനും സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. ഒരു കയ്യിൽ ഒരു കുഞ്ഞു മുറിവുണ്ടായാല് അതിന് വലിയ ബാൻഡേഡും കെട്ടിയിട്ട് നടക്കും. അത് മാത്രമല്ല, ഇതിന്റെ ബാക്കി ഞാൻ പറയാം. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കൈ പൊള്ളി എന്ന് പറഞ്ഞ അവിടെ കൂടെ കിടന്ന് കാറി നടന്ന് ലാസ്റ്റ് ചോറ് വരെ എന്നെ കൊണ്ട് വാരിപ്പിച്ച് ഞാൻ വാരി കൊടുത്തിങ്ങനെ. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം വീഡിയോ കോൾ വിളിച്ച് കാണിക്കും, എന്റെ കൈ പൊള്ളിയേ എന്നും പറഞ്ഞിട്ട്. അതുപോലത്തെ ഡ്രാമാറ്റിക് ക്യൂനാണ് ഈ ഇരിക്കുന്ന ഡോൺ. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഹു ഇസ് ദ ബെറ്റർ ഡ്രൈവർ? ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് 2 പേർക്കും വണ്ടി ഓടിക്കാൻ ലൈസൻസ് സൂപ്പർ. എന്റെ വണ്ടിയുടെ പുറകിലൂടെ കേറിയിട്ടുണ്ട്. 2 വീലർ സൂപ്പർ ആയിട്ട് ഞാനും കേറിയിട്ടുണ്ട്. ലൈസൻസ് ഉണ്ട്. 4 വീലറിന് എനിക്ക് ലൈസൻസ് ഉണ്ട്. അത് മതി. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഹു ഈറ്റ്സ് മോർ? ഇത് വേറെ ആരെയും പറയാനില്ല, ഡോണ. അല്ല, ഞങ്ങൾ 3 പേരും സത്യം പറഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും വിശപ്പുള്ളത് ഈ ഡോണയ്ക്കാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കോളേജ് ടൈമിൽ ആ ഒരു ടൈമിലായിരുന്നു. അതായത് നമ്മളെപ്പോഴും ഡോണേനെ വിളിക്കുമ്പോഴും 34 മണിക്കൂർ എന്തെങ്കിലും ഇങ്ങനെ തിന്നോണ്ടിരിക്കും. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡോണയുടെ കഥ പറയാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി അല്ല ഒരു 9 മണി 10 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. രാവിലെ കാപ്പി ആയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറയ്ക്കാനുള്ള സാധനം വന്നിട്ട് അതെടുത്ത് കഴിക്കാനിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്
11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോഴത്തേക്ക് ചോറുണ്ണും. പിന്നെ ഒരു 1 മണി 1:30 ആവുമ്പോ വീണ്ടും പോയി ചോറുണ്ണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയാണെന്ന് പിന്നെ പോയി പാക്കറ്റ് ഐറ്റംസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനിയുണ്ട് വീട്ടിൽ. അപ്പൊ അനിയും കാണാണ്ട് പൊട്ടിച്ചെടുത്ത് അതെടുത്ത് തിന്നും. കമലിടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കുന്ന കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം ഹോസ്റ്റലിലാണ്. അതെ 10 നേരം എന്നുള്ളത് ഒരു 9 നേരം ആക്കിയിട്ടാണ്. അതാണ് ഒരു നേരം കുറച്ച്. അതാണ് ഈ പറഞ്ഞത് കേട്ടോ. വിശ്വസിക്കില്ലല്ലോ. സീരിയസ് കണ്ടാ പറയാ ഫുഡ് കഴിക്കും. ഞാൻ കഴിക്കാൻ അത് സത്യം നിങ്ങൾക്ക് അറിയാലോ, കാണുന്നതിലല്ല കാര്യം എന്ന് എല്ലാവർക്കും അറിയാം. അറിയാം. കാരണം ഇപ്പൊ ഓർക്കുമായിരിക്കും ഇതില് ഞങ്ങൾ നോക്കുമ്പോ ഏറ്റവും ഫുഡ് കഴിക്കണം ഞാൻ. ഒട്ടും ഫുഡ് കഴിക്കാത്ത ഇവള്, മീഡിയം ആയിട്ട് ഫുഡ് കഴിക്കുന്ന അവള്. പക്ഷെ നേരെ തിരിച്ചാണ്, ഒട്ടും ഫുഡ് കഴിക്കാത്ത. പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട്. ഒട്ടും ഫുഡ് കഴിക്കാത്ത ഞാൻ, ഏറ്റവും ഫുഡ് കഴിക്കുന്ന ഇവള് മീഡിയം ആയിട്ട്. അത് അവള് എപ്പോഴും അങ്ങനെ കേട്ടോ കഴിക്കണം. നമ്മളാണ് പാവം വെച്ച്. എന്നാലും ഫുഡ് കഴിക്കും. ഞാൻ പറഞ്ഞത് ഞങ്ങള് 3 പേരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് അല്ലേ ഡോണയാണ്. താങ്ക് യു. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ഇസ് ദ മെസ്സിയർ വൺ? മെസ്സിയർ എന്ന് പറയുമ്പോഴും നമുക്ക് ഡോണനെ ആയിരിക്കും പറയാൻ പറ്റുന്നത്. സത്യം പറഞ്ഞ ഈ വീഡിയോക്കകത്ത് ഞാൻ മാത്രമേ ഇതിലെ ഒട്ടുമിക്കത് ഉൾക്കൊള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ച് നടുക്ക് ഇരുത്തിയേക്കുന്നത് തന്നെ കൂടുതലും വന്നിരുന്നതാണെങ്കിലും എല്ലാം എനിക്കായിപ്പോയല്ലോ. എല്ലാം ഇവർക്ക് തന്നെയാന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടതിലെല്ലാം ഇവർക്ക് തന്നെയാ വന്നേക്കുന്നത്. അതെ, മെസ്സിയർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും ഇല്ല. അങ്ങനെയാണ് മൊത്തത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അത്ര അങ്ങോട്ട് ഊഹിച്ചാൽ അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു കംപ്ലൈൻസ് മോർ? അതെനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അതില് ഞാനില്ല കേട്ടോ. ഇത് നിങ്ങൾ രണ്ടും കൂടെയാണ്. ഞങ്ങൾക്ക് എപ്പോഴും പരാതികളാണ്. ചെയ്യാനാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പെട്ടെന്ന് ദേഷ്യം വരും. അതായത് ഇപ്പം നമ്മള് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അത് ഒരു ഫ്ലൂറസെന്റ് കളർ ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ ആണ് രണ്ടിനും. അതെ, ഇതോ ഈ സാധനോ ഇതോ അതോ ഇതോ, എങ്ങനെയൊക്കെ അതിനെ നെഗറ്റീവ് ആക്കാവോ അങ്ങനെയൊക്കെ അത് നെഗറ്റീവ് ആക്കും. അതാണ്. ഇത് കൂടെ വേറെ ഒന്നും പറയാനില്ല. കംപ്ലൈൻസ് എന്ന് പറയുന്നേ ഇതിനാണോ കംപ്ലൈൻസ് എന്ന് പറയുന്നത്? പിന്നെ എന്താണ് കംപ്ലൈൻസ് എന്ന് പറയുക? ഇതാണ്. ഇനി വേറെ ഒന്നും പറയാനില്ല എനിക്ക്. 8th ക്വസ്റ്റ്യൻ. ഹു സ്പെൻഡ്സ് മോർ മണി? അത് നമുക്ക് ഡോണനെ പറയാം. ഇവളാണ് അനാവശ്യമായിട്ട്, ഇവളുടെ കയ്യിൽ 1 രൂപ ഇരിക്കാൻ ഇവള് സമ്മതിക്കത്തില്ല. ആ പൈസ അപ്പ തീർക്കണം. ഞാൻ നാളെ മരിച്ച എന്ത് ചെയ്യും? നമ്മളെ വീഴ്ത്താനുള്ള ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്നവരെ, കോളേജിൽ ചെല്ലുന്നവരെ ഞങ്ങൾ കോളേജിൽ ചെല്ലുന്നവരെ അത്യാവശ്യം പിശുക്കി പിടിക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ ആ ടൈമിൽ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അധികം എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ പഠിക്കണം. അപ്പൊ ഒരുപാട് പൈസ നമുക്ക് ആവശ്യമില്ല. ചിലപ്പോൾ നമുക്ക് 10 രൂപ അല്ലെങ്കിൽ 20 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ആക്ച്വലി സേവ് ചെയ്ത് വെക്കാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ നിൽക്കുമ്പോ ഡോണ ഞാൻ വാങ്ങിത്തരാം. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ നാളെ ചത്ത് പോയി കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കണം. അതെ, അപ്പൊ നമ്മള് കഴിക്കണം. ഇത് കേട്ട് അവസാനം ഞങ്ങളും കൂടി അതെ, അതാണ് നമ്മളെ അവിടെ നിന്ന് ഞങ്ങൾ പഠിച്ച ഒരുപാട് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ആയി. അവള് നന്നായി. 9th ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. Who is most likely to become an Instagram model? അത് ഞങ്ങൾക്ക് 3 പേർക്കും ഫോട്ടോസ് ഭയങ്കര താല്പര്യമാണ്. ഞങ്ങളിങ്ങനെ ഓരോരോ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട്. എന്നാലും ഒട്ടുമിക്ക ഫോട്ടോസ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പബ്ലിക് അക്കൗണ്ട്സ് ആണ് ഞങ്ങളുടെ. അതെ, ഞങ്ങളുടെ പബ്ലിക് അക്കൗണ്ട്സ് ആണ്. ഞങ്ങൾക്ക് കണ്ടന്റ്സ്, ഐ മീൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഉള്ള കഴിവുകൾ വെച്ചിട്ട് ഞങ്ങള് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് 3 പേർക്കും ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നല്ലൊരു ഫ്രെയിം കണ്ടാലോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് എടുത്താൽ ഞങ്ങൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട് ചില സമയത്ത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്റെ ഫോട്ടോ ഞാൻ എല്ലാവരും ലൈക്ക് എടുക്കില്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്.
ഹു ഈസ് മോസ്റ്റ് ലൈക്ലി ടു സേ ഹലോ ടു എ സ്ട്രേഞ്ചർ? അത് നമുക്ക് ഡോണായി പറയാം. ഡോണയ്ക്ക് കൊടുക്കാം. ഡോണ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് ഇന്ററാക്ട് ആവും. അവർക്ക് എല്ലാവരും ചിരിച്ചു കാണിക്കും. എന്നോട് ഒരാൾ ഹായ് പറഞ്ഞു, ഞാൻ ഹായ് പറയും. മെസ്സേജ് അയക്കുന്നല്ല, മെസ്സേജ് ഇപ്പൊ ചിലര് പരാതി പറയായിരിക്കും, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് റിപ്ലൈ, മെസ്സേജ് അല്ല, മെസ്സേജ് അയക്കുക അത്ര. അല്ല, ഇപ്പൊ ഒരാള് നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ഒരു കംഫോർട്ട് അത്ര പോയി പെട്ടെന്ന് മിണ്ടാറുണ്ട്. പക്ഷെ അവൾ എല്ലാവരുടെ അടുത്തും പോയി പുതിയ ആൾക്കാരുടെ അടുത്ത് അപ്പൊ തന്നെ അവര് ഇങ്ങോട്ട് വന്ന് മിണ്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് അവൾ അങ്ങോട്ട് പോയി മിണ്ടാറുണ്ട്. വഴി വെച്ചെന്നെ കണ്ടാൽ എല്ലാവർക്കും ഡോണ ഭയങ്കര പിന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ അതിവിടെ എല്ലാവരും റിപ്ലൈ ചെയ്യും. അതിപ്പോ ഞാൻ മാത്രമൊന്നുമല്ല, എല്ലാരും ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ആടിയാവുന്നതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് മോർ കെയറിംഗ്? അത് ഞങ്ങളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ല, കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിംഗ് കാണിക്കാറില്ല. ഞങ്ങൾ അങ്ങോട്ട് ഫുൾ റോസ്റ്റിംഗ് ആണ്. അല്ല, കെയർ ചെയ്യാറുണ്ട്, പക്ഷെ അതങ്ങനെ കെയറിംഗ് ആയിട്ട് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കെയറിംഗ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഫുഡൊന്നും കൊടുക്കാറില്ല, ഷെയർ ഒന്നും ചെയ്യാറില്ല. പിന്നെ ക്രിഞ്ച് സാധനങ്ങളില്ല, റോഡ് ക്രോസ് ചെയ്യുമ്പോ എന്റെ കൈ പിടിച്ച് അല്ലെങ്കിൽ വണ്ടി അങ്ങനെയൊന്നുമില്ലല്ലോ. ഞങ്ങൾ ചാടി കൈയെ പിടിക്കാറുണ്ട്. കാരണം എന്നെ ഇടിച്ച് അങ്ങനത്തെ കെയറിംഗ് ആണ് ഞങ്ങൾക്കുള്ളത്. അല്ലാണ്ട് വലിയ കെയറിംഗ് ഒന്നും ഞങ്ങൾക്ക് ഇല്ല. ഹു കുക്സ് ബെറ്റർ? അത് ശരിക്കും അഞ്ജലിയാണ്. അഞ്ജലി കുക്ക് ചെയ്യും. അഞ്ജലി നന്നായിട്ട് കുക്ക് ചെയ്യും. എന്താ പറയാ, ഒരുപാട് സാധനങ്ങൾ, കാരണം ഞങ്ങൾക്ക് അതും അറിയത്തില്ല. ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അങ്ങനെ അറിയത്തില്ല. അഞ്ജലിയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, അതുകൊണ്ട് അഞ്ജലി നന്നായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അഞ്ജലി വാ താഴെ. അതെ അതെ, മതി. അടുത്ത ക്വസ്റ്റ്യൻ. അതും അഞ്ജലിയാണ്. അഞ്ജലിക്ക് എന്താ പറഞ്ഞാല് കരച്ചില്. കുറച്ച് മുന്നേ കൂടി കരഞ്ഞത്. അതെ അതെ, അതെന്താണെന്ന് ഇമോഷണൽ ആണ്. ഇപ്പൊ നമ്മളൊന്ന് ചൂടായിട്ട് അഞ്ജലിയോട് സംസാരിക്കാം, ചുമ്മാ തമാശക്കായിരിക്കും, എന്നാലും നമ്മള് കരയിക്കാൻ വേണ്ടി ചുമ്മാ സംസാരിച്ചാലും അഞ്ജലി ഇരുന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ. ഹു ഗെറ്റ്സ് ഇൻ മോർ ട്രബിൾ? ആരാടി? 3 പേരും പോയി ചാടും. സത്യം പറഞ്ഞാ ഇപ്പൊ ഒരാള് പെട്ടാലും അടുത്ത 2 പേരെ പെടിയിട്ടും. അതാണ് സത്യം പറഞ്ഞ ഇവിടെ നടക്കുന്നത്. അപ്പം 3 പേര് ഒരുമിച്ചേ പെടാറുള്ളൂ സത്യം പറഞ്ഞ എല്ലാ കുഴിയും. പിന്നെ ചെന്ന് ചാടുന്ന എല്ലാം കുഴിയാവും. ഞങ്ങളുടെ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ 3 പേർക്കും ഒരേ അഭിപ്രായമാണ്. ഇതിന് ഞങ്ങൾക്ക് ഒത്തൊരുമയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ. കുഴികളിലെല്ലാം ചാടി 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 ഞങ്ങൾ അടുത്ത കുഴിയിലും ചാടി ഇങ്ങനെ. അതെ, ഞങ്ങള് ഓരോരോ കുഴികൾ ചാടി ചാടി ഇങ്ങനെ പോവുകയാണ്. അല്ല, കുഴി ചാടുന്നത് നല്ലതാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. കുഴി ചാടുന്നതെന്നാണ് ഞങ്ങൾ ഇങ്ങനെ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ. ഈ വീഡിയോ എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് പോലും ഞങ്ങൾ ഈ കുഴി ചാടി ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി വന്നതാണ്. ഇതും കുഴി ചാടുന്നതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുഴി ചാടാം. അടുത്ത ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യൻ. ഹു ഈസ് മോർ ടോക്കറ്റീവ്? സത്യം ഡോണയാണ്. സത്യം അതെ, ഈ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇതിൽ ഏറ്റവും ടോക്കറ്റീവ് എന്നുള്ളത്. 3 പേരും ആണ്, എന്നാലും കുറച്ചുകൂടി കൂടുതൽ നമ്മുടെ ഡോണയ്ക്ക് തന്നെ. 3 പേരും സംസാരിക്കും, പക്ഷെ ഡോണ കുറച്ചുകൂടി ഇങ്ങനെ കലബില. ഒരുപാട് കഥകൾ കാണും നമുക്ക്. ഉണ്ടാക്കിയാണെങ്കിലും അത് ശരിയാ, നമുക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ലല്ല, തള്ള കഥകൾ ഇഷ്ടംപോലെ. അതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഡോണെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോ ഇവിടുന്ന് അവിടെ വരെ ഒന്നും നടന്ന കാര്യമായിരിക്കും. ആ നടക്കുന്നതിന്റെ ഇടയ്ക്ക് അവള് പട്ടിയെ കണ്ടതും അവിടെ കണ്ടതും പട്ടി ഓടിച്ചതും അങ്ങനെ പല പല കഥകളും ആക്കി. അത് 25% കഥ അവള് 100% നമ്മളടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന ദിവസം അവള് പട്ടിയെ കാണും. അതൊക്കെ അവളുടെ ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. അങ്ങനെ കുറെ കഥകൾ നമുക്ക് അങ്ങനെ കുറെ കഥകളുണ്ട്. അതൊക്കെ നമ്മള് പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ഡോണ. ഞങ്ങളുടെ ഒരു അതൊരു കിട്ടിയല്ലോ, ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ ഗൈസ്,
അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ബോർ അടിക്കുമായിരിക്കും. ശരിയാ. Who does more show off? Guys, ഇതും ഡോണയാണ് guys. എല്ലാം ഞാനാണല്ലോ. അതെന്താ? അതങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ ഇത് നടക്കുന്നതിന് പ്രത്യേക ഉദ്ദേശം എന്തെങ്കിലും? ഞാൻ അറിയാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഷോ ഓഫ് ഒന്നുമില്ല. എന്നാലും പക്ഷെ ഭയങ്കര ഷോ ഓഫ് ആണ്. ഭയങ്കര ഷോ ഓഫ് ആണ്. സഹിക്കാൻ പറ്റുന്ന സത്യം കേട്ടോ. അത് അവള് പറഞ്ഞത് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനോട് പറയാം. അത് നിനക്കുള്ളതാ. അതേത് ക്വസ്റ്റ്യൻ? Who does more shopping? അത് ഡോണ. എനിക്ക് വെറൈറ്റി ഡ്രസ്സുകൾ വേണം. എന്ന് വെച്ചിട്ട് ആൾക്കാർ പറയും നീ വെറൈറ്റി എടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. അല്ല, പക്ഷേ എന്താന്ന് പറഞ്ഞാലും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു കാര്യം കണ്ടു അപ്പൊ ഉടനെ ഡോൺ പറയും നമുക്കത് വാങ്ങിച്ചാലോ എന്നുള്ളൊരു മനസ്സാണ്. അപ്പൊ ഇപ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ ആളിപ്പൊ കുറച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയാം അന്നമ്മ എന്നെ കയ്യെ പിടിച്ച് വലിക്കണം, അല്ലെങ്കിൽ എന്നോട് പറയണം ബി അവർ നമുക്ക് പൈസ ഇല്ല നമുക്ക് വാങ്ങരുത് എന്നുള്ള രീതിക്ക് അവൾ എന്നോട് പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പൊ ഞാൻ അവളെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു രംഗമാരും നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ പീഡിപ്പിക്കുന്നൊന്നുമല്ല, അവള് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എന്താ ഡ്രസ്സൊക്കെ കാണുമ്പോ എനിക്ക് വാങ്ങാൻ പോകുന്നതാ. പാവം. ഓക്കെ ഗൈസ്, 17th ക്വസ്റ്റ്യൻ. ഒരാൾ ഇവിടെ സേഫ് ആയിട്ട് കുറെ നേരമായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹൂ സ്പെൻഡ്സ് മോർ ടൈം ഓൺ ഫോൺ? ഇന്നത്തെ ഒരു ഇൻസിഡന്റ്. അതെ, ഇന്നത്തെ ഒരു ഇൻസിഡന്റ്. ഞങ്ങൾ ട്രാവൽ ചെയ്ത് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 100 പ്രാവശ്യം ഞാനും അഞ്ജലിയും കൂടെ മാറി വിളിച്ചു ഞങ്ങള് സീറ്റിലും അവള് ബാക്കിലത്തെ സീറ്റിലും ഇരുന്നിരുന്നത്. നേരെ കയ്യില് ഹെഡ്സെറ്റും ഉണ്ട് ഫോണും ഉണ്ട്. ഞങ്ങള് വിളിയാണ്. കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. അടുത്തിരുന്ന ചേച്ചി എത്തിയിരുന്ന എന്താ അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ നോക്കുന്നു. എല്ലാവരും അറിഞ്ഞു. വിളിച്ചില്ല, അതാണ് പക്ഷേ ഗൈസ് ഞാൻ ലാസ്റ്റ് തലക്കെട്ടൊരു അടി കൊടുത്തു. അന്നേരമാണ് നോക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ട് അതെല്ലാം കേട്ടോട്ടെ. ഫുഡ് കഴിക്കുമ്പോ ഫുഡ് കഴിക്കുമ്പോ ഫോൺ നോക്കിയിട്ടാണ് ഇപ്പൊ ഞങ്ങള് വർത്താനം പറഞ്ഞിരുന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വർത്താനത്തിൽ ഇവിടെ മൈൻഡ് ചെയ്യില്ല ഗൈസ്. ഞങ്ങൾക്ക് അത് വിഷമം വരില്ലേ? ഞങ്ങൾ ചിലപ്പോ ഇവളുടെ കുറ്റമൊക്കെ പറയും. അത് കേൾക്കാ അവർക്ക് നല്ലതല്ലേ ഞാൻ അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വിഷമാവില്ല. അതുകൊണ്ടാണ് ഞാൻ വിഷമിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത് പറയുന്നത്. കേട്ടോ, എന്ത് പറയുന്നത്? 18th ക്വസ്റ്റ്യൻ. ഹൂ ഈസ് മോർ ക്രിഞ്ച്? നമ്മുടെ ഡോണയാണ് ഗൈസ്. അതിന് നമുക്ക് റീസൺസ് ഒന്നും ഇവര് മനഃപൂർവ്വം ഇങ്ങനെ അല്ല. ക്രിഞ്ചിന് പല പല കാരണങ്ങളുണ്ട്. ഇവക്കൊരു ടെഡി ബെയർ ഉണ്ട്. അതിന്റെ പേര് സുണ്ട്രപ്പൻ. ഓക്കെ, കൊറേ ഉണ്ട്. അതിന് സുണ്ട്രൻ ഒന്നല്ല, ആ 2-3 ഉണ്ട്. സുണ്ടപ്പൻ, കുടുക്കാച്ചി. നിങ്ങൾ പേര് കേൾക്കണം. പിള്ളേർക്കിടാൻ പറ്റുന്ന പേര് പോലെയാണ് ഇവളെ എന്താ പറയാ ടെഡി ബിയേഴ്സിന് ഇടുന്നത്. പിന്നെയുണ്ട് പാണ്ടപ്പൻ. ഇതൊക്കെയാണ് ഇവന്റെ പേര്. പേരൊക്കെ പോട്ടെ, എന്നിട്ട് അതുങ്ങള് അമ്മയുടെ കൊച്ച് അങ്ങോട്ട് കിടന്നു, അമ്മയുടെ കൊച്ച് ഇങ്ങോട്ട് കിടന്നു, അമ്മയുടെ കൊച്ചിന് വിശക്കുന്നുണ്ടോ? അല്ല ഗൈസ്, പിന്നെ ഇനിയൊന്നും കഴിച്ചില്ലേടാ, എന്റെ കുഞ്ഞൊന്നും കഴിച്ചില്ലേ, എന്താ പറയാ വയറൊക്കെ ഒട്ടിപ്പോയല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഗൈസ് സംസാരിക്കുന്നത്. ഇതിനെയൊക്കെ പിന്നെ ക്രിഞ്ച് എന്നല്ലാണ്ട് എന്താ പറയണേ എനിക്കറിയില്ല ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പ്രിറ്റൻഡ്സ് ടു ബി എ ഗുഡ് കുക്ക്. അതിനും നമ്മൾ ഒരു അവാർഡ് ഡോണാക്കി തന്നെ കൊടുക്കണം. സീരിയസ്ലി ഇതിലൊരു ട്രോഫി ഉണ്ടെങ്കിൽ ആ ട്രോഫി കൊണ്ടാ ഞാൻ പോകുള്ളൂ. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സെക്ഷൻ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ നിന്നെ ഞങ്ങൾ അതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ മുളക് പൊടിയും ഈ ഉപ്പും എന്തൊക്കെ ഇടണ്ടെന്ന്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇടേണ്ട പൊടികളെക്കാട്ടും കൂടുതൽ പൊടികൾ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഡോണ. പിന്നെ എസ്പെഷ്യലി ഉപ്പും അതുപോലെ തന്നെ എസ്പെഷ്യലി മുളകും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും കറിക്ക്. പക്ഷെ നല്ല കറിയല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് തിന്നും. നല്ല കറിയല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവൻ കാണില്ല ഗൈസ്. ഇവിടെ ഫസ്റ്റ് കുക്ക് ചെയ്തത് ബിരിയാണിയാണ് ഗൈസ്. ആ ബിരിയാണി ആരാ കഴിച്ചത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? അവരുടെ അപ്പുറത്തെ വീട്ടിലെ താറാവ്. അത് പിന്നെ അതിന്റെ അകത്ത് എന്തൊക്കെയോ. പിന്നെ ആ താറാവ് ചത്തുപോയി. അതാണ് സത്യമായിട്ടുള്ള കഥ.
മനസ്സിലായല്ലോ. അത് ഞങ്ങളെ കൊല്ലുമായിരുന്നു. അല്ല കണ്ടോ താറാവ് ചത്ത സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ എന്താ ആദ്യം ഉണ്ടാക്കിയാലും കൊളാകും, അത് കഴിഞ്ഞ് പിന്നെ ശരിയാകാറുണ്ട്. പിന്നെ ഉണ്ടാവുന്ന അത് കഴിഞ്ഞ് രണ്ടാമത് ബിരിയാണി ഉണ്ടാക്കി അതും കൊളാകും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ആക്ട്സ് ലൈക്ക് OCD? നമ്മുടെ അന്നമ്മയാണ്. ഏത് നേരം അടുക്കും പറക്ക. എനിക്കറിയത്തില്ല ഇത്ര അധികം. ഓ അതവിടെ ഇതിങ്ങനെയല്ല വെക്കണ്ടേ, അതിങ്ങനെ വെക്കാം, ഇതിങ്ങനെയല്ല വെക്കണ്ടേ. അല്ല അടുക്കി വെക്കുകയും ചെയ്യും, ഞാൻ നിരത്തി ഇടുകയും ചെയ്യും. തന്നെയാണ് എന്റെ പരിപാടി. പിന്നെ അടുക്കി വെക്കുന്നത് എനിക്ക് എന്റെ തന്നെ സ്റ്റൈലിൽ അടുക്കി വെച്ചില്ലെങ്കിൽ പിന്നെ കാണാൻ ഒരു അതാണ് വിഷയം. വേറെ പ്രശ്നം. നമുക്കൊക്കെ അടങ്ങിയിരുന്നാ മതി, അന്നമ്മക്ക് അങ്ങനെ പോരാ. അത് ഇങ്ങനെ ഇരിക്കേണ്ട സാധനത്തിന് ഇങ്ങനെ വെച്ചാൽ അന്നമ്മക്ക് ഒരു അമ്മയ്ക്ക് ഭയങ്കര വൃത്തിയാണ്. വൃത്തി എനിക്ക് കിട്ടിയിട്ടില്ല. പോയിട്ടില്ല. അല്ല ഈ ഒരു സാധനം മാത്രമേ പറയാൻ പറ്റില്ല, അങ്ങനെ അഭിനയിക്കും അതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ലല്ലല്ല കറക്റ്റ്. അപ്പൊ അതെങ്കിലും എനിക്കുണ്ട്, അതുപോലെ ഇല്ലാത്തവരാണ് ഇവരെന്ന് പറഞ്ഞു. നമുക്ക് ഇല്ല, ഞങ്ങൾ അഭിനയിക്കാറില്ല, ഞങ്ങൾ അങ്ങനെ. ഇനി നിങ്ങൾക്ക് അപ്പൊ ഏതായാലും ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെ പറ്റിയുള്ള സ്വഭാവങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾ, എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലായി. കൂടുതലായിട്ട് ഡോണനെ കുറിച്ച് അറിയാൻ ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഇനി വരുന്ന വ്ലോഗ്സിൽ എന്താണെങ്കിലും ഡോണനെ കുറിച്ചൊരു സ്പെഷ്യൽ വീഡിയോസ്, ഡോണയുടെ കാര്യങ്ങൾ മാത്രമായിട്ട് ഉള്ളൊരു സ്പെഷ്യൽ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പൊ ഗായ്സ് ഇത് നമ്മളിപ്പം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇനിയൊരു വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ.